അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റ് അഞ്ജലി ചേച്ചിയുടെ വീടിൻ്റെ മുന്നിലാണ്. അഞ്ജലി ചേച്ചിക്ക് ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അഞ്ജലി ചേച്ചി നമ്മുടെ അടുത്തുണ്ട്. സോ അഞ്ജലി ചേച്ചി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ പണി സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ. സിമ്പിളാണ്. നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ നെല്ല് കുത്തി പൊടിച്ച് ഉമിയെടുത്ത് അതിൽ നിന്ന് ഉമിക്കരി ഉണ്ടാക്കി പല്ല് തേച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ടാസ്ക്. ഓക്കെ, അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാലോ, എന്തൊക്കെയാണ് നമുക്ക് വേണ്ട, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ സമയം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ലെറ്റ്സ് ഗോ. അപ്പം നെല്ലിരിപ്പുണ്ടോ അവിടെ? ഉറപ്പാണല്ലോ. തല്ലിപ്പൊളിച്ചല്ലേ. നെല്ല് കുത്താനൊക്കെ അറിയോ? ഇല്ല, ഞാൻ പഠിക്കണം. കുത്താൻ സാധനം ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ലളിതേച്ചി, ഓയ് അവിടെ ഒരലുണ്ടോ? ഞാൻ ശൈലേച്ചി ഇല്ലേ? ശൈലേച്ചി, എത്ര ചേച്ചിമാരാ അവിടെ? അല്ല, ഈ പരിസരത്ത് വല്ലതും നടക്കുവോ? വല്ലതും നടക്കുവോ? ആ, അതെ, കിട്ടി കുട്ടൻ ചേട്ടാ. ശൈലേച്ചി വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശൈലേച്ചി, അയ്യോ അയ്യോ, ശൈലേച്ചി എവിടെയാ? ഇതാണോ വീട്? എന്നെ കുറിച്ചോട്ടെ എന്തോ? അതെ അതാണ്. ശൈലേച്ചി എടുക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. പിടിക്കണം, ഞാൻ പിടിക്കാം. ശൈലേച്ചി, 2 പേർക്ക് ഇത്രയും പോരെ? ഈ കൊച്ചു പല്ല് വെച്ചിട്ടില്ല, കുത്തിക്കോട്ടെ. സാധനം ഒന്ന് കാണണ്ടേ കറക്റ്റ് ആണോ എന്നുള്ളത്. പറക്കണ കറക്റ്റ് ഉമ്മയായിട്ടുണ്ട്. ആണോ? ഇത്രേ വേണ്ടുള്ളൂ അല്ലേ? അതെ, ഇത്രേ വേണ്ടിയോ? ഇത് 1 മാസത്തേക്ക് ചേച്ചിക്ക് തേക്കാനുള്ളതായിട്ടുണ്ടല്ലോ. ഒരു 2 സാധനം കൂടെ എടുക്കാനുണ്ട്. ഓടിപ്പെടുത്തിട്ട് വരാം. എടുത്തിട്ട് ഞാൻ വല്ലതും പിടിക്കണോ? ഇതിങ്ങനെ നമ്മളെവിടേക്കാ ചേച്ചി പോകുന്നത്? നമ്മളെ ഇനി അടുപ്പിന്റെ പരിപാടി നോക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ വിറകിനേക്കാളും നല്ല പുറത്തിറങ്ങാൻ തോന്നുന്നു. മുളയും കിടക്കണേ തീപ്പെട്ടി അങ്ങനെ കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. മണ്ണെണ്ണ ഒരു 2 കൈക്കുള്ള മണ്ണെണ്ണ ഇരുന്നോട്ടെ.
എളുപ്പത്തിൽ കത്താനല്ലേ. ഓൾറെഡി എന്തായാലും പണികൾക്കൊക്കെ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന അടുപ്പുണ്ടാവില്ലേ, ഈ വിറകുണ്ടാവില്ലേ അടുപ്പിലേക്കൊക്കെ? അത് ഇവിടെ അങ്ങനെ കത്തിക്കാറില്ല, നമ്മൾ പണിക്കാരുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാറുള്ളൂ. കോടാലി, ഇതൊക്കെ ആരാ ചെയ്യുന്നത് സാധാരണ? ചേട്ടൻ ചെയ്യോ? ആരും ചെയ്യാറില്ല. ഇത്രയും ചെറിയ കഷ്ണം വേണോ? അതായിരിക്കും സൗകര്യം. ഇവിടെ ഇടാം, തുടങ്ങാം അല്ലേ? ഒരു ഒട്ടുപാലും കൂടി കിട്ടുന്നു. എന്തത്? ഒട്ടുപാൽ. വാവ്, ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ഇതിനെ കൊണ്ട് എളുപ്പത്തിൽ തീ പിടിക്കും, പെട്ടെന്ന് തീ പിടിക്കും. നമുക്ക് കുറച്ച് ചൂട്ടോടെ എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് ചൂട്ടോ കത്തിക്കാം. ഓല ഉണങ്ങിയത് നമുക്ക് ഈ ഒരു നെല്ല് നമ്മൾ ചോദിച്ച സമയത്ത് തന്നെ ഇത്രയും കൃത്യമായി നമ്മൾ ഈ വീട് കയറി താമസിക്കാൻ നേരത്തെ കുറച്ച് നെല്ല്, വെളിച്ചെണ്ണ, ഉപ്പ് അങ്ങനെയുള്ള സാധനം, തേങ്ങയൊക്കെ ആയിട്ട് അന്ന് ചടങ്ങിന് കയറ്റിയ നെല്ല് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഇനി പതുക്കെ അകത്തൊന്ന് തീട്ട് കൊടുത്താലോ? നോക്കാം നമുക്ക്. കത്തി തുടങ്ങി. ഇനി ഇത് മുഴുവൻ കത്തി കഴിയുമ്പം നമുക്കത് വാരിയിട്ട്, അപ്പൊ ഇത് നമ്മൾ തട്ടി കൊടുക്കേണ്ട? ഇല്ല, ഇത് മൊത്തം കത്തുന്നുണ്ടോ? ഇത് പതുക്കെ തീ പിടിക്കും. ഇത് കരിഞ്ഞു പോയാലും പ്രശ്നമുള്ള കാര്യമല്ല. ഇത് കരിഞ്ഞാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇത് എടുത്തിടാനായിട്ടൊരു ഇത് കൊണ്ടുവരാം. എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ മെഴുകിലേക്ക് ഇടാം. കാരണം പണ്ടൊക്കെ മെഴുകിയ തറയിലേക്കായിരുന്നു എടുത്തിരുന്നേ. നമുക്ക് മെഴുകിയ തറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഉമ്മിക്ക് ഇത് ഉണങ്ങി നമ്മള് കരിഞ്ഞ സാധനം ഇതിന്റെ മുകളിലേക്ക് ഇടുക. ഏതാണ്ട് ഉമ്മിക്കരിയുടെ ടെക്സ്ചർ ഒക്കെ ആയിട്ടുണ്ട്. ഉമ്മിക്കരി കാണാത്തവര് കണ്ടോളൂ, ഇങ്ങനെ തന്നെയാണ് ഉമ്മിക്കരി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? എന്താ ചെയ്യാൻ പോണേ? ഇനി ഇത് ഉപ്പ് പൊടിച്ചതിന് ശേഷം അത് ചൂടാറാൻ വെച്ചിട്ടില്ലേ, ആ ചൂടാറ പൊടിയുപ്പില്ലേ ഇവിടെ? പൊടിയുപ്പ് ഉണ്ടെന്നാലും കല്ലുപ്പ് ചേർക്കാനാണ് ടേസ്റ്റ്. അത് ഏതായാലും നമ്മൾ തരിയാണല്ലോ, അതല്ല മാത്രമല്ല തരിയാണല്ലോ. അപ്പൊ ഉപ്പ് തീരെ നൈസായി കഴിഞ്ഞാൽ നമുക്ക് പല്ലിന് ശരിക്കും ടച്ച് ചെയ്യുന്ന സമയത്ത് തീരെ നൈസായി കഴിഞ്ഞാലേ ഇത് അലിന്നു പോകും പെട്ടെന്ന്. അപ്പൊ ഈ പൊടി ഇതൊന്നും പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. ചൂടാറി രണ്ടും മാത്രം മതി. ചൂടാറി ഇത് നല്ല പാകത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഉപ്പിന്റെ തരി ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് ചൂട് കൂടുമല്ലോ ചെയ്യുന്നത്. ചൂടൊന്നും കൂടിയിട്ടില്ല, പാകത്തിനാണ്. പക്ഷെ ഇതിന്റെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ. പല്ല് തേക്ക് തീർച്ചയായും പല്ല് തേക്ക് ഞാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. നമുക്ക് ചേട്ടനെ കൊണ്ടുവന്ന് തേപ്പിച്ചാലോ? ചേട്ടൻ എന്നും ചെയ്യാറുണ്ട് കേട്ടോ, രാവിലെ വൈകുന്നേരം ചെയ്യാറുണ്ട്. ഉമ്മിക്കരി കൊണ്ടാണ്? അല്ല, പേസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ തേക്കാം, ഞാൻ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആണോ? അപ്പൊ തേക്കാറില്ലെന്ന് അർത്ഥം. എൻ്റെ അനിയത്തി ഒരു ദന്തസ്റ്റാണ്. ഈ നിമിഷത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ആയിട്ടുണ്ടല്ലേ? രണ്ടുപേരെ കാര്യം എനിക്കിപ്പോൾ പറയാനുണ്ട്. എനിക്ക് 2 ആൻറ്റിമാരുണ്ട്, ഡാജി ആൻറ്റി, സാരി ആൻറ്റി. ഞങ്ങളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിച്ചിട്ടില്ല. ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലില്ല. എല്ലാ കാര്യങ്ങളും അവർ തന്നെയായിരുന്നു ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കുള്ള വലിയൊരു താങ്ക്സ്. അവരുടെ കണ്ണ് ചിലപ്പോൾ വീറനണിയുണ്ടായിരിക്കും ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പോൾ ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി. ഞാനിതൊന്ന് പകർത്തിക്കോട്ടെ.
അല്ല നമ്മുടെ അഞ്ജലി ചേച്ചിയുടെ ഉമിക്കരി ഇതേ റെഡി ആയി കഴിഞ്ഞു. പറത്തി കളയരുത്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്ന് ഈ നിമിഷം ദേ കംപ്ലീറ്റ് ആണെങ്കിൽ വേറെ പല്ല് തേക്കണം. നമ്മുടെ ആങ്കർ ഒരു ഒരാഴ്ചയായി കാണും പല്ല് തേച്ചിട്ട്. ഒരു ക്ലോസ് അപ്പ് ഷോട്ട് ആങ്കറിന്റെ പല്ലിന് മാത്രം പോരാ. ഇല്ല, ഞാൻ എന്നെ കാണിക്കും. എന്നെ കാണിച്ചിട്ടുള്ളൂ. ഒന്ന് ചിരിക്കും. ഞാൻ ആദ്യം കാണിക്കും. ഇത് തേക്കുന്നതിന് മുമ്പ്, തേച്ച് കഴിഞ്ഞിട്ടുള്ള പിന്നീട് കാണിക്കും. ഇനി അടുത്ത ആങ്കർ ചിരിക്കൂ. ശരിക്കും അടിയിലത്തെ പല്ലെന്ന് കണ്ടോട്ടെ. നമുക്ക് ഫസ്റ്റ് പല്ല് തേക്കുന്നതിനായിട്ട് ആങ്കറിനെ തന്നെ പരീക്ഷിക്കാം. ഞാൻ തന്നെ വേണം? എടുത്തോളൂ. ഞാനും കാണിച്ചു തരും. ഞാൻ കാണിച്ചു തരും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അഞ്ജലി ചേച്ചിയുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെല്ലൊക്കെ എടുത്ത് പൊടിച്ച് ഉമിയൊക്കെ എടുത്ത് അതും കരിച്ച് ഉമിക്കരിയാക്കി ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ പല്ലും കൂടെ തേച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കണ്ടാണല്ലോ. പക്ഷേ ഫൈനൽ ഡിസിഷൻ എന്തായാലും നമ്മുടെ ജഡ്ജസിൻ്റെയും ബാക്കിയുള്ള വീട്ടമ്മമാരുടെയും കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മൾ രണ്ടുപേരുടെയും വൃത്തിയായിട്ടുള്ള ഒരു പല്ലെന്ന് കാണാം. ചേച്ചി ഹോം മസാല, വിനോദം വിരൽ തുമ്പിൽ. Log on to homemasala.com. Download the app from Google Play Store.